വെൽക്കം ബാക്ക് ടു വെച്ചാൽ നമ്മൾ ആട്ടം സിനിമ കാണാൻ വേണ്ടി ഇറങ്ങണ സിനിമ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടാവട്ടെ. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ കടം കണ്ടിട്ട് അഭിപ്രായം പറയാം. പുതിയ ലൈറ്റ് പൊളിച്ചുണ്ടായാലും സൂപ്പറായിട്ട്. അപ്പോൾ സിനിമ ഒക്കെ കണ്ട് ഞാൻ വീട്ടിലെത്തി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ധൈര്യമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാമെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായമായിട്ട് തോന്നുന്നത്. സസ്പെൻസ് സിനിമകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഒരു സസ്പെൻസ് പടം പിടിക്കാന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇതിന്റെ എൻഡിങ് നമ്മൾ മിക്കവരും എനിക്ക് തോന്നുന്നുള്ളത് നിങ്ങൾക്ക് ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത്രയും ഗംഭീരമായ ഒരു ട്വിസ്റ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി വളരെയധികം വർക്കായി സിനിമ. വളരെ നാച്ചുറൽ ആയിരുന്നു ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും. അതായത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊരു സിനിമയാണ്, ഇതൊരു എന്താ പറയുക സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പടമാണെന്നൊക്കെ മറന്നുപോയി. കാരണം അത്രയും വെൽ റിട്ടേൺ ആയിരുന്നു ഒന്നാമത് ഈ സിനിമയുടെ കഥ. അതിലേറെ ഇത് പെർഫോം ചെയ്തിരിക്കുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ്. എന്താണ് 1001 നുണകൾ എന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ നമ്മുടെ സോണിയിൽ ലിവില് OTT ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമ എനിക്ക് ഇതുപോലെ ഫീൽ ചെയ്തത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൂവിയായിട്ട്. അതേപോലെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു വേറൊരു സിനിമ ഈ നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയം അങ്ങനത്തെ ടൈപ്പ് ഒരു ഭയങ്കര നാച്ചുറൽ ആയിട്ടൊരു പടം. എനിക്ക് പേഴ്സണലി വളരെയധികം വർക്കായി ഈ സിനിമ. അതാണ് എനിക്ക് പറയാനുള്ളത്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ എനിക്ക് സുപരിചിതമായ ആൾക്കാരൊന്നും അല്ല. എനിക്കൊന്ന് തിങ്കളാഴ്ച നിശ്ചയത്തിലുള്ള ഒരാൾ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് പുള്ളിക്ക് എന്തോ ചേഞ്ച് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ പുള്ളിയെ പോലെ സാദൃശ്യമുള്ള ആളാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും വളരെ നല്ല രീതിയിലാണ് എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നത്. ഷാജോൺ ഒരു ചെറിയ റോളുണ്ട്. ഷാജോൺ വളരെ നീറ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയിലെ നടി, എന്റെ പൊന്നോ, കിടിലം പെർഫോമൻസ്. നമുക്ക് കണ്ടു പരിചയമുള്ള മുഖങ്ങൾ വളരെ കുറച്ചാണ്. അപ്പൊ ഷാജോനുണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്. വിനയ് ഫോർട്ടിലേക്ക് ഞാൻ വരാം. അപ്പൊ അങ്ങനെ 1-2 പേര് മാത്രമേ നമുക്ക് പരിചയമുള്ളവരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുതിയ ആൾക്കാരോ അല്ലെങ്കിൽ എനിക്ക് നാടകമോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ റോളുകളിൽ ഇതിനു മുന്നേ ചെയ്തവരാവട്ടെ. ചിലവർ പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു. എന്തായാലും പണ്ട് ഇതുപോലൊരു സിനിമ കണ്ടായിട്ട് ഒരു ഫീൽ ഉണ്ട്, ഒരു ഓർമ്മയുണ്ട് എനിക്ക്. ഒഴിവ് ദിവസത്തെ കളി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ ഒരു ഏറ്റവും വലിയ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ സിനിമയിലുള്ള ആൾക്കാരുടെ പെർഫോമൻസ് ഭയങ്കര നാച്ചുറൽ. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊരു സിനിമയാണെന്നുള്ളത് നമ്മൾ മറക്കും. ആ രീതിയിലാണ് ഈ സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് സിനിമ. പിന്നെ ഇതൊരു എന്റർടൈൻമെന്റ് മോഡ് ഓഫ് ഒരു പടം അല്ല. ഇത് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ക്ഷമയോടെ ചെന്നിരുന്ന് കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് പറ്റിയൊരു ടൈപ്പ് ഓഫ് മൂവിയാണ്. പക്ഷെ അന്നേരം ഞാൻ പറയുന്നതാണ്, ഇത് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള സിനിമയായിട്ട് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിൻ്റെതായ രീതിയിൽ ഇതൊരു സ്റ്റാർഡം ഉള്ള ഒരു പടം അല്ല. പക്ഷേ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ സിനിമയ്ക്ക്. ഈ സിനിമയുടെ ആക്ടിങ് ആയിക്കോട്ടെ, ഇതിന്റെ കഥ പോകുന്ന രീതി ആയിക്കോട്ടെ, നമുക്ക് ഉള്ളിൽ ഇങ്ങനെ എഡ്ജ് ഓഫ് ദി സീറ്റ് എന്ന് പറഞ്ഞാൽ പറയാം. അതായത് ഇനി എന്ത് സംഭവിക്കും, ഇത് ആരായിരിക്കും എന്നുള്ളത് ത്രൂ ഔട്ട് നമുക്ക് സിനിമ തീരണ വരെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു രക്ഷയില്ലടാ. ഒരു വണ്ടർഫുള്ളി മെയ്ഡ് മൂവി എന്ന് എനിക്ക് പറയാൻ തോന്നിയത്. 2024 തുടങ്ങിയപ്പോൾ തന്നെ ഇതുപോലൊരു കിടിലം പടം കിട്ടി. അതാണ് വേറെ രസം. ഉഗ്രൻ എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും ഈ പടത്തെ ഡിസ്ക്രൈബ് ചെയ്യാനില്ല. പേഴ്സണലി വളരെയധികം എനിക്ക് വർക്കായി ഈ സിനിമ. പിന്നെ നിങ്ങൾ ഇതൊരു 5-ാം പാതിര അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നിങ്ങളങ്ങനെ ഞെട്ടിക്കുന്ന വേറെ ലെവൽ സസ്പെൻസ്, അങ്ങനത്തെ രീതിയിലല്ല ഈ സിനിമ പോണത്. ഒരു യൂഷ്വൽ ഒരു കൊമേഴ്ഷ്യൽ ചിത്രം പോലെ അല്ല ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇപ്പൊ 1001 നുണകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, ആരായിരിക്കും അത് ചെയ്തേക്കണേ എന്നറിയില്ല. ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു സസ്പെൻസ് ഫാക്ടർ ഇതിനകത്തുണ്ട് ഈ സിനിമയിൽ. ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു നഷ്ടവും തോന്നിയില്ല. അത് വർത്ത് മൈ മണി ആൻഡ് ടൈം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് എല്ലാവർക്കും അങ്ങനെ ആവണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും എനിക്ക് പേഴ്സണലി വളരെയധികം പടം ഇഷ്ടപ്പെട്ടു. അത്ര ഇഷ്ടമായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് വളരെയധികം വർക്കായി. എന്നെ ഈ സിനിമ സംതൃപ്തിപ്പെടുത്തി. ഓൾറെഡി ഇതിന്റെ ഒരു ഹൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സിനിമ കാണാൻ പോകാൻ പറ്റിയില്ല. കുറച്ച് പേഴ്സണൽ തിരക്കും കുറച്ച് വൈകാരികമൊക്കെ മൂലം എനിക്ക് നടന്നില്ല. പിന്നെ രാത്രിത്തെ ഷോവും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം വൈകിപ്പോയത്. ഓൾറെഡി ഈ സിനിമ IFFKയിൽ ഒരുപാട് പേര് വളരെയധികം ചർച്ചാ വിഷയമായ ഒരു സിനിമയായിരുന്നു. അതെന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും. കാരണം ഇറ്റ്സ് ബ്രില്യൻലി മെയ്ഡ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഇതിന്റെ ഡയറക്ടർ വളരെ നല്ല രീതിയിൽ എന്താ പറയാ വൃത്തിക്ക് പണിയെടുത്തിട്ടുണ്ട്, നല്ലപോലെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ സ്ക്രിപ്റ്റിങ്ങിന്റെ കാര്യത്തിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ, അവരൊക്കെ നല്ല രീതിയിൽ വ്യക്തതയോടെയാണ് സിനിമ ചെയ്തത്. ഞാൻ വെറുതെ ഹാഫ് ബേക്ക്ഡ് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് സെറ്റിലിട്ടിട്ട് പണിത് റെഡിയാക്കിയ സെറ്റപ്പ് അല്ല. ഇവര് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന ഈ സിനിമ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി. അടിപൊളി അടിപൊളി അടിപൊളിയാണ് അടിപൊളി. ഇതിനകത്ത് വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടർ അതിൽ ഞാൻ അവസാനം വെച്ച കാരണം വൺ ഓഫ് ഹിസ് ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ പറയാം. കാരണം ഈ സിനിമയിൽ പലതരം ഇമോഷൻ രീതിയിലാണ് വിനയ് ഫോർട്ട് പോകുന്നത്. പുള്ളിയുടെ ആ കൊച്ചി സ്ലാങ് സീൻ തന്നെയാണ്. പക്ഷേ പുള്ളി ഇത് പെർഫോം ചെയ്തിരിക്കുന്ന രീതിയുണ്ട്. നമുക്ക് വിനയ് ഫോർട്ട് ഇതിനകത്ത് ഏതൊരു ആൺ ക്യാരക്ടറും നായകനാണോ വില്ലനാണോ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് പടം പോകുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ഗെയിം ഓഫ് ത്രോൺസ് ആണ്, ഇയാളായിരിക്കും നായകൻ എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഇയാൾ വല്ല ഉളത്തരം കാണിക്കും, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് കുറെ തെറ്റ് കാര്യങ്ങൾ കാണും. അതേപോലെയാണ് ഇതിൽ പോണത്. നമ്മൾ വില്ലനാന്ന് കരുതുന്ന ആള് ചിലപ്പോൾ നല്ല കാര്യം ചെയ്യും. ആ രീതിയിലൊക്കെയാണ് ഇതിനകത്ത് ഓരോരുത്തർക്കും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെ കൂടെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. പിന്നെ വലിയൊരു ചോദ്യചിഹ്നം അവസാനം നമ്മുടെ മുന്നിലിട്ട് തരുന്നുണ്ട്. അതുപോലെ നൈസായിട്ട് ഒരു കാര്യം ഇതിനകത്തേക്ക് ഇങ്ങനെ നൈസായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ മിക്ക ആൾക്കാരും എന്താണ് ഗ്രീഡിയാണ്, അല്ലെങ്കിൽ ഒരു അനിമൽ ആണെന്നുള്ള രീതിയിൽ. അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട സാധനങ്ങളാണ്. എന്തായാലും എന്താണ് എവിടെയൊക്കെ എനിക്കൊരു ഒരു ഒരു എന്താ പറയാ LJP വൈബൊക്കെ കിട്ടി, അല്ലെങ്കിൽ സനൽകുമാർ ശശിധരന്റെ സിനിമകളുടെയൊക്കെ അങ്ങനെ ഒരു വൈബ് എനിക്ക് ഈ സിനിമയെ കിട്ടിയിട്ടാ. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം എന്താണെന്നുള്ള പറയാം. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താം. ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുന്നത്. ഇതുപോലത്തെ നല്ല സിനിമകൾ തിയേറ്ററിൽ ചെന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. നാളെ വേറെ വീഡിയോ കാണാം. ബൈ ബൈ.